നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്താൽ NSSനെ തകർക്കാനാകില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് NSS. കേവലം ലാഭേച്ഛ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. രാഷ്ട്രീയമായി സമദൂരത്തിലാണെന്നും പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്നും ജി സുകുമാരൻ നായർ. തനിക്കെതിരെ ഫ്ലക്സ് വന്നതിന് പിന്നിൽ ചില മാധ്യമങ്ങളാണെന്നും ഇതിന് തെളിവുണ്ടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഏത് രംഗത്തെടുത്ത് നോക്കിയാലും മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കേവലം ലാഭേച്ഛ കണ്ടുകൊണ്ട് ആരെയെങ്കിലും മുന്നേറിട്ടുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയായ നടപടിയാണ്. നിങ്ങൾ ശബരിമല കാര്യത്തിലാണ് രാഷ്ട്രീയ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല, ആ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനമാണ് നമ്മുടെ നടക്കുന്നത്, നമ്മുടെ കേരളത്തിൽ. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, സമദൂരത്തിലെ ശരിദൂരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് NSSനകത്ത് തന്നെയായിരുന്നു പ്രധാനമായും. പലയിടങ്ങളിൽ നിന്നായി പല കരയോഗങ്ങളിൽ നിന്നായി ഫ്ലക്സുകൾ ഉയർന്നു, കട്ടപ്പയോട് ഉപമിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ. അതെല്ലാം വിവാദങ്ങളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലിപ്പോൾ മാധ്യമങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എവിടെയായിരുന്നു പരാമർശം? അഖില, ഇന്ന് വിജയദശമി ദിനമായിരുന്നു. വിജയദശമി ദിനത്തിൽ നായർ മഹാസമ്മേളനം വിവിധ താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയന്റെ പരിപാടി സുകുമാരൻ നായരാണ് ഉദ്ഘാടനം ചെയ്തത്. ആ വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആരോപണം ഉയർന്നത്. തനിക്കെതിരെ ചില വ്യക്തിഹത്യ നടത്തിയുള്ള ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്, അതിന് ചില ദൃശ്യമാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അത് തെളിവുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം സമുദായങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. തനിക്ക് മേൽ ഇങ്ങനെ നൃത്തമാടുകയാണ്, പക്ഷേ അത് ഈ സമുദായ അംഗങ്ങൾ നടക്കില്ല, ആ വ്യാമോഹം വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ സമദൂരം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ആ സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട്, അതിപ്പോഴാണ് കണ്ടെത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഇന്നും വിശദീകരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അത് സർക്കാരിനുള്ള പിന്തുണയല്ല, ആ വിഷയത്തിലെടുത്ത പിന്തുണയാണ്. നേരത്തെ ഈ വിശ്വാസ ആചാര സംരക്ഷണ സർക്കാർ പിന്നോട്ട് പോയതിന് അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആ ഘട്ടത്തിലാണ് NSS മുന്നേറിയതും പിന്നീട് ഇപ്പോൾ ദേവസ്വം ബോർഡടക്കം അത് തിരുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിനിധിയെ അയച്ചതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് സമദൂരമാണുള്ളത്. ഈ NSSനെ കോൺഗ്രസോ BJPയോ CPMോ ആക്കി മാറ്റേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങൾ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ NSS ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ്, ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അഖില, ബിനിലി, സമദൂരത്തിലെ ശരിദൂരം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് അദ്ദേഹം. ഈ വിഷയത്തിൽ എവിടെ നിന്നൊക്കെയായിരുന്നു പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നത്? ആദ്യം പ്രതിഷേധം വന്നത് ചങ്ങനാശ്ശേരിയിലെ ഒരു കുടുംബമാണ്. ആ കുടുംബം 4 പേരടങ്ങുന്ന ഭാര്യയും ഭർത്താവും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. അവർ NSSൽ നിന്ന് രാജിവെക്കുകയാണെന്ന് കാണിച്ച് കരയോഗം സെക്രട്ടറിക്കും പ്രസിഡന്റും രാജിക്കത്ത് അയക്കുകയാണ് ഉണ്ടായത്. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഈ സമുദായം പ്രവർത്തിക്കേണ്ടത് സമുദായ അംഗങ്ങളുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, അതിൽ രാഷ്ട്രീയ ചായ്വ് പാടില്ല എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. മാത്രമല്ല പത്തനംതിട്ടയിൽ ഒന്നിലധികം ഇടങ്ങളിൽ ഫ്ലക്സ് ഉയർന്നു സുകുമാരൻ നായർക്കെതിരെ. അതിൽ കട്ടപ്പയോട് ഓർമ്മിക്കുന്ന ഫ്ലക്സ് ഉണ്ടായിരുന്നു. ഇവിടെ കോട്ടയത്ത് പൂഞ്ഞാറ് അത്തരത്തിലുള്ള ഫ്ലക്സ് ഉയർന്നു. ഈ അയ്യപ്പ വിശ്വാസികളായ സമുദായങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് അതിൽ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല കൊച്ചിയിൽ ഒരു കരയോഗം തന്നെ വാർത്താ സമ്മേളനവുമായി രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെ പലയിടങ്ങളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും സമാനമായ ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഫ്ലക്സ് അദ്ദേഹത്തിന്റെ വിമർശനമായി ഉയരുകയും ചെയ്തു. അതിനോട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത് അത്തരം ഫ്ലക്സുകളും വിമർശനങ്ങളും വരട്ടെ, അത് തങ്ങൾ നേരിട്ട് കൊള്ളാം, അതിനുള്ള സംവിധാനം NSSനുണ്ട്. മാത്രമല്ല ഒരു പരിഹാസ രൂപയുടെ മറുപടി അവിടെ അദ്ദേഹം നടത്തുകയുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്തരം ഫ്ലക്സുകളൊക്കെ തനിക്കൊരു പബ്ലിസിറ്റി അല്ലേ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലപാട് അദ്ദേഹം ഇന്നത്തെ പരിപാടി ഒന്നുകൂടി വിശദീകരിച്ചു. നല്ലതിനെ NSS അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം.
മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം NSSന് ആവശ്യമില്ല. അത് പറയാൻ കാരണം അടിത്തറയുള്ള സംഘടന മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പിന്തുണ ആവശ്യമില്ല. കേരളത്തിൽ അതോടൊപ്പം തന്നെ ആചാരത്തിനും അനുഷ്ഠാനത്തിനും പോറേൽപ്പിക്കുന്ന രീതിയിൽ സർക്കാർ വന്നപ്പോഴാണ് ഈ NSS മുന്നിട്ടിറങ്ങുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അത് പിന്നീട് സർക്കാർ തിരുത്തിയപ്പോൾ ആ നിലപാടിനൊപ്പമാണ് NSS നിൽക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പിന്തുണയല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ പോലും സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുമില്ല. മാത്രമല്ല സമദൂരത്തിൽ ഒരു ശരിദൂരം കണ്ടെത്തിയതും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അഖില, ശരി, സമദൂരത്തിൽ ശരിദൂരം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് വീണ്ടും തന്റെ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. ജി സുകുമാരൻ നായർ, ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.